നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഇന്നിപ്പോ എൻ്റെ മനസ്സ് ഭയങ്കര ബ്ലാങ്ക് ഔട്ടായി നിൽക്കുകയാണ് കേട്ടോ. ഒന്നും കിട്ടുന്നില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത് വരുന്നതായിട്ട് ഒന്ന് എന്താ പറയാ, നമ്മുടെ സങ്കല്പത്തിലൂടെ ഗുരുവായൂർ അമ്പലത്തിൽ നമുക്കൊന്ന് തൊഴുത് വരാം. അത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോ വൃശ്ചിക മാസം നടക്കുകയാണല്ലോ. വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ധനുമാസം 1-ാം തീയതി വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശിവേലിക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ 3 ആനകളോട് കൂടിയിട്ടാണ് ശിവേലി. അത് മാത്രമല്ല, ശിവേലിക്ക് ആനച്ചമയങ്ങൾക്കും വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം സാധാരണ നമ്മൾ കാണാറുള്ള നെറ്റിപ്പട്ടത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് വെള്ളി നെറ്റിപ്പട്ടങ്ങളാണ്. അതായത് വെള്ളി കളറിൽ, നമ്മൾ സ്വർണ്ണ കളറിലല്ലേ നെറ്റിപ്പട്ടങ്ങൾ കാണാറുള്ളത്. വെള്ളി കളറിലുള്ള ആ ഒരു നെറ്റിപ്പട്ടങ്ങളാണ് ആനകൾക്കും 3 ആനകൾക്കും ചാർത്തുന്നത്. അത് മാത്രമല്ല, ആ ഒരു കോലം സാധാരണ എഴുന്നള്ളിക്കാറുള്ള കോലം പോലെയല്ല, അതിലും ചെറിയ കോലത്തിലാണ് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. കോലത്തിൽ തന്നെയാണ് എഴുന്നള്ളിക്കുന്നത്. സാധാരണ കീഴ്ശാന്തി എടുത്ത് തിടമ്പ് മാത്രമായിട്ടാണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് കോലത്തിലാണ് കേട്ടോ. സാധാരണ എഴുന്നള്ളിക്കാറുള്ള തിടമ്പിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെറിയ വെള്ളിക്കോലത്തിലാണ്. അതായത് നമ്മൾ കോലം കാണുമ്പോൾ എപ്പോഴും ഗോൾഡൻ ഫിനിഷിലല്ലേ കാണാറുള്ളത്. ഇത് സിൽവർ ഫിനിഷിലുള്ള കോലം. അതിൻ്റെ ഇന്ന് ഞാൻ തൊഴുത രീതിയിൽ ആ ഒരു കോലത്തിൻ്റെ മുകളിലുള്ള ആ ഒരു ഷേപ്പിൽ കാണുന്ന ഒരു എന്താ പറയുക, ടെസൽസ് പോലെ പിടിപ്പിച്ചതില്ലേ, അത് നീല കളറായിരുന്നു. വെള്ളിയുടെ കൂടെ കരിനീല വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാലേ കാണാൻ. അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ കോലം ഉണ്ടായിരുന്നത്, ഇന്നത്തെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് രാവിലെ ഉഷപൂജ തൊഴുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. രാവിലെ ഗുരുവായൂരപ്പന് ഉഷപൂജ നടക്കുന്നത് ഗണപതി ഹോമത്തിന് ശേഷം ഉഷപൂജ ഏതാണ്ട് 6 മണി സമയത്താണ് കേട്ടോ. 6 മണി എന്ന് പറയുന്നത് പ്രഭാതം ആയിട്ടും ഉണ്ടാവില്ല, എന്നാൽ ആ ഒരു എന്താ പറയുക, വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ വൈദ്യുതാലങ്കാരങ്ങളും ദീപാലങ്കാരങ്ങളും ഒക്കെ ഉണ്ടേനും, എന്നാൽ പൂർണ്ണമായിട്ടും ഇരുട്ട് എന്ന് പറയാനും സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് ഉഷപൂജ നട അടയ്ക്കുമ്പോൾ വാദ്യഘോഷങ്ങൾ മുഴക്കുന്നുണ്ടാവും പുറത്ത്. അകത്താണെങ്കിലോ ഭഗവാന് അഷ്ടപതി സോപാന സംഗീതം പാടുന്നുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ എത്തുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, ഡിവൈൻ ഫീലിൻ്റെ പീക്ക് ലെവൽ എന്നൊക്കെ പറയാം കേട്ടോ. എല്ലാ സമയത്തും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ തന്നെയാണ് അല്ലേ. എന്നാലും ഈ ഒരു സമയത്തിന് എന്തോ ഒരു പ്രത്യേകത തോന്നാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പനെ അകത്ത് കയറി തൊഴാം. അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാ വിശേഷങ്ങളിലേക്കും വരാം. അപ്പോൾ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ ചോടയിൽ കൂടെ പോവാന്ന് വെച്ചാൽ സങ്കല്പത്തിൽ എന്തിനാ കറക്കണേ അല്ലേ. പാൽപ്പായസത്തിൽ മധുരം കറക്കേണ്ട ആ സ്വപ്നത്തിൽ എന്ന് പറയുന്ന പോലെ നമ്മൾ ആ സോപാനത്തിന്റെ അവിടം വരെ പോയി തൊഴുകയും വേണം. അത് ഈ ഒരു കൊടിമരത്തിന്റെ ചോടയിൽ കൂടെ വേണം നമുക്ക് കടന്നു പോവാൻ. കൊടിമരത്തിന്റെ ചോടയിൽ കൂടെ വലിയ ബല്ലിക്കല്ലിനോട് ചേർന്നുകൊണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഇടതുവശത്തായിട്ട് നാരായണീയം രചിച്ച സ്ഥലം, അതായത് മേൽപ്പത്തൂർ ഇരുന്നുകൊണ്ട് നാരായണീയം രചിച്ച സ്ഥലം എന്ന് കാണാം. അവിടെ ഒന്ന് തൊട്ട് തൊഴുതോളൂ കേട്ടോ. നമ്മുടെ ഉണ്ണിയായ കൃഷ്ണൻ മേൽപ്പത്തൂരിന്റെ മുമ്പിൽ എന്നും വന്നിരുന്നിരുന്ന സ്ഥലമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവിടെ ഒന്ന് തൊട്ട് തൊഴുതോളൂ. ഗുരുക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ചൈതന്യം അല്ലേ. എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. എന്നാലും ഇവിടേക്ക് ഇത്തിരി അധികം പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകത ഉണ്ട് തന്നെയാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരോടും പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക്, നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉറപ്പായിട്ടും പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് നടയിൽ എന്തെങ്കിലും ധനം നിക്ഷേപിക്കാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ദ്രവ്യം സമർപ്പിക്കാനുണ്ടെങ്കിലോ അതൊക്കെ ആദ്യം തന്നെ എടുത്ത് കയ്യിൽ പിടിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് അവിടെ കടന്നതിന് ശേഷം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണാനുള്ള ഓരോ നിമിഷവുമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് ആദ്യം തന്നെ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ ഭഗവാനെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ
നോക്കിക്കോളൂ. അതിനുശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ആ മണ്ഡപത്തിന്റെ അവിടെ നിന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ കണ്ണു നിറയെ കണ്ടോളൂ കേട്ടോ. ഗുരുവായൂരപ്പന്റെ കേശാദിപാദം പാദാദിവേശം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാണാം. ഇപ്പോഴേ നമുക്കതിന് തരാവുള്ളൂ, അതുകൊണ്ട് അവിടെ നിർത്താനൊന്നും ആരും സമ്മതിക്കില്ല ശരിക്കും അല്ലെ. നമ്മുടെ സങ്കല്പത്തിലെ ഗുരുവായൂരമ്പലത്തിലെ ഗുരുവായൂരപ്പനെ കാണാൻ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പീലി തിരുമുടി കാണാം. ഏറ്റവും ആദ്യം ഭഗവാന് നല്ല തടിച്ചുരുണ്ട രീതിയിലാണ് ആ ഒരു കിരീടത്തിനെ ചുറ്റിക്കൊണ്ടുള്ള തിരുമുടി മാല ഉള്ളത് കേട്ടോ. തെച്ചിയും തുളസിയും താമരയും ചേർത്ത തിരുമുടി മാലയോട് കൂടിയിട്ട് കിരീടം വെച്ചിട്ട് അതിന് താഴെയായിട്ട് ഗോപീ തിലകം ചാർത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണന്റെ മുഖം മാത്രം ചന്ദനം ചാർത്തിക്കൊണ്ട് ഇരുവശങ്ങളിലായിട്ട് മകരകുണ്ടലങ്ങൾ പോലെ തിളക്കമാർന്ന കുണ്ടലങ്ങൾ അണിഞ്ഞ് കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മാല അണിഞ്ഞ് അതിന് താഴെയായിട്ട് കുറച്ചൊന്ന് ഇറങ്ങിക്കിടക്കുന്ന തരത്തിൽ ഒരു മാലയും കൂടിയായിട്ട് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണന് ഉഷപൂജ അലങ്കാരം എന്ന് പറയുന്നത് കുഞ്ഞുണ്ണികൃഷ്ണനാണ് കേട്ടോ. ഏതാണ്ട് ഒരു 2 വയസ്സ് പ്രായം മാത്രമുള്ള ഉണ്ണികൃഷ്ണനാണ് ഉഷപൂജ കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ പട്ടുകോണകം മാത്രമേ ഉള്ളൂ കേട്ടോ അരയിൽ. ആ പട്ടുകോണകം ഉടുത്ത അരയിൽ അരമണി, കിങ്ങിണി എന്ന് പറയുന്ന അരമണി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഭഗവാൻ. അതിങ്ങനെ ദൂരേക്ക് കാണാൻ സാധിക്കും. വിളക്കുകളുടെ പ്രഭയിൽ അരമണി നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് ഒരു കുഞ്ഞു പാവുമുണ്ട്, ഒരു കസവുമുണ്ട്. അത് വളരെ ഏതാണ്ട് ഒരു മുഴം മാത്രം നീളമുള്ള ആ ഒരു കുഞ്ഞു പാവുമുണ്ട്. അതിങ്ങനെ ചുരുട്ടി വെച്ച രീതിയിൽ ചുരുട്ടിയിട്ട് ഒരു കെട്ട് കെട്ടില്ലേ, ഇടക്കെട്ട് എന്നാട്ടോ എൻ്റെ അമ്മ അതിന് പറയാറുള്ളത്. അങ്ങനെ ഒരു ഇടക്കെട്ട് കെട്ടിയ ഒരു കയ്യിൽ താമരപ്പൂവും ഓടക്കുഴലും മറു കയ്യിൽ കദളിപ്പഴവും വെണ്ണയും ഒക്കെ പിടിച്ചുകൊണ്ടാട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ നിൽക്കണേ. ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിലെ താമര കണ്ടില്ലേ, ഞാൻ ഓടക്കുഴൽ പിടിച്ചത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ കദളിപ്പഴം ഉള്ളത് ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഭാവത്തിലാണ് നമ്മുടെ പൊന്നുണ്ണികൃഷ്ണൻ നിൽക്കുന്നത്. ആ ഉണ്ണികൃഷ്ണന്റെ ഇരുവശത്തുമായിട്ട് അലങ്കാരമാലകളായിട്ട് നല്ല തടിച്ചുരുണ്ട വനമാല കാണാൻ സാധിക്കും. നിറയെ നെയ്ത്തിരി നാളങ്ങൾ കത്തുന്നതിൻ്റെ ഇടയിൽ ആ സ്വർണ്ണ ശോഭയിൽ കറുത്തിരുണ്ട നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ എന്താ ഒരു കൗതുകം അല്ലേ. നമ്മുടെ കയ്യിൽ കരുതിയിട്ടുള്ള നെയ്യോ കദളിപ്പഴമോ എന്താ നിങ്ങൾക്ക് സമർപ്പിക്കാൻ തോന്നുന്നത്, മയിൽപ്പീലിയോ ഓടക്കുഴലോ മഞ്ചാടിക്കുരുവോ എന്താണോ നമ്മുടെ പൊന്നുണ്ണികൃഷ്ണനായി നിങ്ങൾ കരുതിയത്, അത് ആ മണ്ഡപത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ വലതുവശത്തു കൂടെ നമുക്ക് സോപാനപ്പടിയിലേക്ക് തൊഴാനായിട്ട് പോവാട്ടോ. ആ സമയത്തൊക്കെ നമ്മൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലിക്കൊണ്ട് നേരെ സോപാനപ്പടിയുടെ അവിടെ എത്തട്ടെ. സോപാനപ്പടിയുടെ അവിടെ നിന്നുകൊണ്ട് ഉണ്ണികൃഷ്ണനെ കണ്ണ് നിറയെ കണ്ടോളൂ കേട്ടോ. ആരും നമ്മളോട് പോവാൻ പറയില്ല. ആ മൂന്നാമത്തെ ഗർഭഗൃഹത്തിലിരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണന് ആ ഉണ്ണികൃഷ്ണന്റെ അടുത്തെത്തുന്നത് വരെ നെയ്ത്തിരികൾ ഇങ്ങനെ എന്നാ പ്രഭ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കാട്ടോ. താഴെ നിങ്ങളുടെ കവരവിളക്ക് എന്ന് പറയുന്ന വിളക്കുകൾ നിറയെ കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. ഭഗവാന്റെ ഇരുവശങ്ങളിലുമായിട്ട് തൂക്കുവിളക്കുകൾ ഉണ്ടാവും. ഈ എല്ലാ നെയ്ത്തിരികളുടെയും നാളത്തിലെ ആ പ്രഭയില് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ തന്നെ നോക്കി ചിരിക്കുന്നത്. ഞാൻ പറയുന്നു എന്നെ നോക്കിയാ ചിരിക്കുന്നതെന്ന്, നിങ്ങൾ പറയുന്നു നിങ്ങളെ നോക്കിയാവും ചിരിക്കുന്നുണ്ടാവുക അല്ലെ. അങ്ങനെയുള്ള നമ്മുടെ പൊന്നുണ്ണികൃഷ്ണനെ നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരൻ അഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച ഇത്തം നിശേഷലഭ്യോ നിരവധി കബല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥേ വ്രജോയം എന്ന് ചൊല്ലി നമസ്കരിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ണീകൃഷ്ണ നമസ്കരിക്കുന്നവരുടെ മുൻപിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്ന എൻ്റെ പൊന്നുണ്ണികൃഷ്ണന്റെ പാദത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം അല്ലേ, നടക്കണം അല്ലേ. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ ഇടതുവശത്തായിട്ട് തിടപ്പള്ളി കാണാം. ഭഗവാന് നിവേദ്യ സാധനങ്ങൾ തയ്യാറാക്കുന്ന ആ ഒരു തിടപ്പള്ളി. ആ തിടപ്പള്ളിയുടെ അവിടെ ഗണപതി ഹോമം കഴിഞ്ഞിരിക്കുന്ന അടുപ്പ് കാണാം. അങ്ങോട്ടൊന്ന് മഹാഗണപതിയെയും നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏത്തമിട്ടോളൂ. അതിനുശേഷം നേരെ ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കൂ. അവിടെ ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ, ഒരു ഉടുക്കാപ്പെട്ടി കുഞ്ഞുവാവ ആലിലയിൽ കിടക്കുന്നതായിട്ട് കാണാം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം
വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് ചൊല്ലിക്കൊണ്ട് നേരെ നടന്നോളൂ. സപ്തമാതൃക്കളുടെ അവിടെ നിന്ന് ശ്രീലകത്തിന്റെ ചുമരിലേക്ക് നോക്കുമ്പോൾ അയ്യപ്പ സ്വാമിയുടെ സാന്നിധ്യം കാണാം തെക്ക് വശത്തായിട്ട്. അപ്പോൾ അവിടെ നിന്നും സ്വാമിയെ ശരണം അയ്യപ്പ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നാൽ നമ്മുടെ കുഞ്ഞു ഗണപതിയെ കാണാം കേട്ടോ. കുഞ്ഞു ഗണപതിക്ക് രാവിലെ അലങ്കാരത്തിന് പകരം ഗോളക വെച്ചിരിക്കുകയാണ്. ഗോളക എന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണ നിറത്തില് ഗണപതി തമ്പുരാന്റെ അതേ രൂപം അതിങ്ങനെ വെച്ച് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. ഗോളക ചാർത്തിയ ആ കുഞ്ഞു ഗണപതിയെ നല്ലോണം ഒന്ന് നന്നായിട്ടൊന്ന് തൊഴുത് നമസ്കരിച്ചോളൂ. ഏത്തമിട്ടോളൂ. പിന്നില് സരസ്വതി, പിന്നിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകുവശത്താണ് ഗണപതിയും സരസ്വതിയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് ആ സരസ്വതി ദേവിയെ ഇപ്പൊ അമ്മയ്ക്ക് വലിയ ഭാവമാണ് കേട്ടോ. നല്ല സരസ്വതി ദേവിയെ നല്ലോണം മനസ്സിൽ വിചാരിച്ചോളൂ. അതിനുശേഷം പ്രദക്ഷിണം വെച്ചോളൂ. പ്രദക്ഷിണം വെക്കുമ്പോൾ ആ നേരെ പിന്നിലുള്ള ഗണപതി തമ്പുരാന്റെ തൂണുകളിൽ നിന്ന് ദശാവതാര തൂണ് തുടങ്ങുകയാണ്. മത്സ്യം, കുർമ്മം, വരാഹം എന്ന് തുടങ്ങി ഇങ്ങനെ ആ ദശാവതാര തൂണ് തുടങ്ങിയിട്ട് മേൽശാന്തി ഇരിക്കുന്ന അവിടെ അർച്ചന പ്രസാദം കിട്ടുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ഇരു കൈയും നീട്ടി മേൽശാന്തി തരുന്ന നീതിച്ച കദളിപ്പഴവും കുഞ്ഞു പട്ടുകോളവും 4 താമര ഇതളും കുറച്ച് ചന്ദനവും കുറച്ച് കളഭവും ഒക്കെ വാങ്ങിക്കൊണ്ട് നേരെ ശ്രീലകത്തിന്റെ പിന്നിലെ ചുമരിലെ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം എന്ന ഉഗ്ര നരസിംഹമൂർത്തിയെ തൊഴാം. അതിനുശേഷം നേരെ ആ വൈകുണ്ഠനാരായണ എവിടെയാ? നേരെ ശ്രീലകത്തിന്റെ പുറകുവശത്തെ ചുമരിന്റെ അവിടെ നേരെ നോക്കൂ അങ്ങോട്ട്. അവിടെ നിങ്ങൾക്ക് വൈകുണ്ഠനാരായണനെ കാണാൻ സാധിക്കുന്നില്ലേ? അനന്തശായി ആയിട്ടുള്ള വൈകുണ്ഠനാരായണ മൂർത്തിയുടെ വലത് വശത്തായിട്ട് പാദത്തിന്റെ വശത്തായിട്ട് പോയി നിന്ന അദ്ദേഹത്തിനെ ഒന്ന് നമസ്കരിച്ച് നമ്മൾ ആ നമസ്കരിച്ച തല ഉയർത്തി നോക്കുന്ന സമയത്ത് പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം ഉപദേശിക്കുന്നതാണ് കാണാൻ സാധിക്കുക. വലിയ ചിത്രമാണ് കേട്ടോ അത്. ആ ഒരു ചിത്രത്തിലേക്ക് ഒന്ന് നോക്കി തൊഴുതോളൂ കേട്ടോ. പരീക്ഷിത് മഹാരാജാവിന് തക്ഷകനാൽ ദംശനമേറ്റ് മരണപ്പെടും എന്ന ആ ഒരു ശാപം കിട്ടിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം 7 ദിവസത്തിനുള്ളിൽ മരിക്കും എന്നറിഞ്ഞപ്പോൾ 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ട ഭഗവത് കഥകൾ കേട്ട് ഭഗവത് പാദത്തിലേക്ക് വിലയം പ്രാപിച്ച കഥ നമുക്കറിയാലോ. ആ ഒരു കഥയുടെ പിക്ചറൈസേഷനാണ് ആ വലിയ ചിത്രം. ആ ചിത്രം നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഭാഗവതം വായിക്കാറാക്കി തരണേ, നാരായണീയം വായിക്കാറാക്കി തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചോളൂ കേട്ടോ. അതിനുശേഷം ദശാവതാരത്തോടിലെ നമുക്ക് അവിടെ കൊലൂതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ 9ാമത്തെ തൂണിൽ കാണാൻ സാധിക്കും. അവിടെ തൊട്ട് തൊഴുതോളൂ. സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതോളൂ. ഹനുമാൻ സ്വാമിയെ തൊഴുതോളൂ. ഇവരൊക്കെ തൂണിലെ ശില്പങ്ങളാണ് കേട്ടോ. ഹനുമാൻ സ്വാമിയെ തൊഴുതോളൂ. അവിടെയൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് രാധാകൃഷ്ണന്മാരെ കാണാൻ സാധിക്കും. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം എന്ന് പറഞ്ഞുകൊണ്ട് രാധയുടെയും കൃഷ്ണന്റെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് അടുത്ത തൂണില് ആ കാളിയമർദ്ദന കൃഷ്ണനെ കാണാൻ സാധിക്കും. കാളിയമർദ്ദന കൃഷ്ണന്റെ അടുത്ത് സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക എന്ന് ചൊല്ലിക്കോളൂ. എന്നിട്ട് നേരെ പുറകുവശത്തേക്ക് നോക്കൂ. ആ കാളിയമർദ്ദന കൃഷ്ണന്റെ അടുത്ത് നിന്ന് പുറകുവശത്ത് ശ്രീലകത്തെ ചുമരിന്റെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് സ്വർണ്ണത്താമരയിൽ ഇരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ കാണാൻ സാധിക്കും കേട്ടോ. ആ ഉണ്ണികൃഷ്ണനെ താമരക്കണ്ണനെ കാണാൻ സാധിക്കും. ആ താമരക്കണ്ണനെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എന്നിട്ട് എന്തൊക്കെ മോഹമാണോ ഉള്ളത് ഒക്കെ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുത്തോളൂ. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ തൂണുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ വനഭോജന കൃഷ്ണനെ കാണാൻ സാധിക്കും. വനഭോജന കൃഷ്ണനെ നമസ്കരിക്കാം. അതിനുശേഷം നമ്മുടെ കൈയിൻ്റെ വലതുവശത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ കൈയുടെ വലതുവശത്ത് വസുദേവരെ മാറോട് ചേർത്ത പൊന്നുണ്ണി കൃഷ്ണനെ കാണാം കേട്ടോ. അനന്തൻ കുടയായി പിടിച്ചുകൊണ്ട് നന്ദഗോപഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ പാദത്തിൽ ഒന്ന് തൊട്ടുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാം. പുറത്തുനിന്ന് തീർത്ഥം വാങ്ങാം, ചന്ദന പ്രസാദം വാങ്ങാം. അതിനുശേഷം ഭഗവതി അമ്മയെ തൊഴാം. ഭഗവതി അമ്മയാണെങ്കിലോ ഗോളക വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ രാവിലത്തെ അലങ്കാരം. ഭഗവതി അമ്മയുടെ മുമ്പിലെത്തുമ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് ചൊല്ലിക്കൊണ്ട് അവിടെ നമസ്കരിക്കാം. അതിനുശേഷം പ്രദക്ഷിണം വയ്ക്കാം. ഭഗവതി അമ്മയെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നേരെ ആ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെയും കൂടി ഒന്ന് തൊഴുതതിന് ശേഷം പ്രദക്ഷിണമായി വന്ന്
നമുക്ക് മഞ്ചാടി ചെമ്പിൻ്റെ അടുത്ത് നിന്ന് ആ മഞ്ചാടിക്കുരു വാരിയിടാം. ആ വാരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 4 പിടി മഞ്ചാടി വാരി കളിച്ചതിന് ശേഷം നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യം ഉള്ളതാട്ടോ മഞ്ചാടിയിൽ. അതുകൊണ്ട് അതിങ്ങനെ തൊട്ട് ഓരോ മഞ്ചാടിമണി നമ്മുടെ കൈയിൻ്റെ ഉള്ളിലൂടെ ഉതിർന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും നമ്മുടെ ഉണ്ണികൃഷ്ണനെ. അങ്ങനെ ആലോചിച്ചിട്ട് വേണം കേട്ടോ ആ മഞ്ചാടി വാരി ഇടാൻ. അതിനുശേഷം നമുക്ക് മഞ്ചാടി ചെമ്പിൻ്റെ അടുത്തായിട്ട് വായ തുറന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ കാണാം. ആ ഉണ്ണികൃഷ്ണനെ നല്ലോണം കണ്ടു തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ, നമസ്കരിച്ചോളൂ, ഉണ്ണീകൃഷ്ണ എന്ന് വിളിച്ചോളൂ. ഒരു കയ്യിൽ കരുതിയ ആ ഒരു ചന്ദനമോ അല്ലെങ്കിൽ കളഭമോ ഒക്കെ ഇല്ലേ, അതിൽ നിന്ന് ഒരു ഗോപിക്കുറി എടുത്ത് ആ ഉണ്ണികൃഷ്ണന്റെ തിരുനെറ്റിയിലൊന്ന് തൊട്ട് കൊടുത്തോളൂ. കയ്യിൽ കരുതിയ മിഠായി കൊണ്ടുണ്ടാക്കിയ മാല ഉണ്ടല്ലോ, അതും ഉണ്ണികൃഷ്ണന്റെ കഴുത്തിൽ ചാർത്തി കൊടുത്തോളൂ. കുറച്ചുകൂടി ശോഭയോടെ പുഞ്ചിരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെ കണ്ടോളൂ. നേരെ കൊടിമരത്തിന്റെ ചോടെ വന്ന് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കി ഒന്ന് ആ നെയ്ത്തിരി നാളമെങ്കിലും കണ്ടതിന് ശേഷം മുന്നോട്ട് നടന്നോളൂ. എന്നിട്ട് നമുക്ക് കൂത്തമ്പലത്തിൻ്റെ അവിടെ തൊഴാട്ടോ. കൂത്തമ്പലത്തിൻ്റെ അകത്ത് തൊഴുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ എന്താ, അവിടെ ഒന്നുമില്ലല്ലോ, തൊഴുന്നത് എന്തുകൊണ്ടാണെന്ന്. അവിടെ എന്നും വേദപാരായണം നടക്കുന്ന സ്ഥലം എന്ന നിലയിലും ഉണ്ണികൃഷ്ണൻ ഓടിക്കളിക്കുന്ന സ്ഥലം എന്ന നിലയിലും അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഉണ്ണിയെ അവിടെ കണ്ട വില്ലുമംഗലം സ്വാമിയാരെ കാണിച്ചു കൊടുത്ത കാണാൻ തരായ മാനവേദ മഹാരാജാവിനെ ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ കുത്തമ്പലത്തിലേക്ക് നോക്കിയിട്ട് ഒന്ന് ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചോളൂ. അതിന് മുൻപായിട്ട് നമ്മൾ ആ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയുള്ള തൂണിലായിട്ട് ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ ഉണ്ട് കേട്ടോ. ശ്രീലകത്ത് കണ്ട അതേ രൂപത്തിലുള്ള ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ. ആ കുഞ്ഞുണ്ണികൃഷ്ണനും നമ്മുടെ കയ്യിൽ കരുതിയിട്ടുള്ള നാമമാല ചാർത്തണ്ടേ, അത് മറന്നു പോകരുത് കേട്ടോ. നാമം കൊണ്ട് എഴുതി കോർത്ത ഒരു മാല കയ്യിൽ പിടിച്ചവരാണെങ്കിൽ അത് ആ ഉണ്ണികൃഷ്ണന് ചാർത്തിക്കോളൂ. അതിനുശേഷം പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത് അയ്യപ്പസ്വാമിയെ തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് അയ്യപ്പസ്വാമിയെ തൊഴുത് നമസ്കരിച്ചോളൂ. പിന്നെയും പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ നേരെ പടിഞ്ഞാറ് വശത്ത് അയ്യപ്പസ്വാമിക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്ന രീതിയിൽ അർജുനന് ഗീതോപദേശം ചെയ്യുന്ന സമയത്ത് കാണിച്ചു കൊടുത്ത ആ വിശ്വരൂപനായിട്ട് ഭഗവാനെ അവിടെ ഒരു ശില്പരൂപേണ കാണാൻ സാധിക്കും. അവിടെ അർജുനനെയും പാർത്ഥസാരഥിയെയും വിശ്വരൂപനെയും ഒക്കെ നമസ്കരിച്ചോളൂ കേട്ടോ. അതിനുശേഷം വീണ്ടും പ്രദക്ഷിണമായി വന്നുകൊണ്ട് നമുക്ക് വീണ്ടും ആ വടക്ക് വശത്തെത്തുന്ന സമയത്ത് തൂണുകളിലായിട്ട് അനേകം ഭക്തോത്തമന്മാരെ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് കാണുന്നത് രാമനെയും കൃഷ്ണനെയുമാണ്. അതിനുശേഷം നമുക്ക് വില്ലുമംഗലം സ്വാമിയാരെ കാണാൻ സാധിക്കും. അതുപോലെ ശങ്കരാചാര്യ സ്വാമികളെ കാണാൻ സാധിക്കും. ഇങ്ങനെ അനേകം ഭക്തരെയും മഹാദേവനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും അതേപോലെ കുറൂരമ്മയും പൂന്താനത്തിനെയും കുചേലനെയും ഒക്കെ കാണാൻ സാധിക്കും. മഹാലക്ഷ്മിയെയും സരസ്വതി ദേവിയെയും കാണാൻ സാധിക്കും. ഒക്കെ വെളുത്ത ശില്പങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോന്നും ഓരോരുത്തരാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് പോയിട്ട് നേരെ കൊടിമരത്തിൻ്റെ ചോടെ നമ്മളെ ഗുരുവായൂരപ്പനെ തൊഴുതു നിൽക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഇടതുവശത്തായിട്ട് അവിടെ അനേകം ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഈ ശിവേലിക്ക് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവരിങ്ങനെ ചൊല്ലുന്നുണ്ടായിരിക്കും കേട്ടോ, കണ്ണാ കണ്ണാ ഓടിവാ ഓടക്കുഴലിൽ പാടിവാ എന്ന ആ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനു മുമ്പ് ഒരുപാടുണ്ട് കേട്ടോ അവരുടെ ഭജന, കേൾക്കാൻ നല്ല രസാ. യമുനാ തീരവിഹാരി വൃന്ദാവന സഞ്ചാരി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്രയൊന്നും പാടാനറിയില്ല. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് കേട്ടോ അവരുടെ, നല്ല രസാ അത് കേൾക്കാൻ. അതൊക്കെ പാടി കഴിഞ്ഞിട്ട് കണ്ണനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അനേകം ഭക്തരുടെ കൂടെ കൈ കൊട്ടി പാടിക്കൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനെ പുറത്തേക്ക് ആനപ്പുറത്തേക്ക് തിടമ്പിൽ എഴുന്നള്ളുന്നത് കാത്തു നിന്നോളൂ. അപ്പം ഉണ്ടാവും കുത്തുവിളക്കും പിടിച്ച് അനേകം കാര്യക്കാരെ മുന്നിൽ വരുന്നു. പിന്നിൽ അതാ കീഴ്ശാന്തി തിടമ്പെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണനെയും കൊണ്ടുവരുന്നു. ഈ കാഴ്ച കാണാനല്ലേ നമ്മൾ നിന്നത് അല്ലേ. ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചോളൂ. ആന അതാ കുമ്പിട്ട് കൊടുക്കുമ്പോൾ ആനയുടെ മുൻകാലിലൂടെ
തിടമ്പെടുത്ത് കീശാന്തി ആ ആനപ്പുറത്തേക്ക് കയറുന്നു. ആ ആന അങ്ങോട്ട് നിവരുന്ന സമയത്ത് എല്ലാവിധ പ്രൗഢിയോടും കൂടി നമ്മുടെ ഉണ്ണികൃഷ്ണനത് ആ ആനപ്പുറത്ത് കയറിയിരിക്കണു. രണ്ടാനകളെ പറ്റാനകളായിട്ട് വെറുതെ കൂടെ നടക്കണു. ആ രണ്ടാനകളുടെ പുറത്തും ആരും ഇല്ല കേട്ടോ. ആ രണ്ടാനകൾക്കും ആ നെറ്റിപ്പട്ടമല്ലാതെ മറ്റലങ്കാരങ്ങളൊന്നുമില്ല. അതായത് ആനക്കുടയോ അല്ലെങ്കിൽ ആലവട്ടമോ വെഞ്ചാരമരമോ ഒന്നും പിടിക്കാൻ ആനപ്പുറത്തൊന്നും ആരും ഇല്ല കേട്ടോ. അങ്ങനെ രണ്ടാനകൾ പറ്റാനകളായിട്ട് നടക്കുന്നുണ്ട്. പുറകുവശത്ത് നമുക്കും കൂടാം. എന്താ? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലിക്കൊണ്ടാണ് അവര് നടക്കാറ്. ഇതേ ഒരു ട്യൂണിലാണ് കേട്ടോ അവര് ചൊല്ലാറ്. അതേപോലെ നമുക്കും അവരുടെ കൂടെ കൊട്ടിപ്പാടിക്കൊണ്ട് ആ ഉണ്ണികൃഷ്ണന്റെ ശിവേലി അതിഗംഭീരമാക്കാട്ടോ. ഇത് ഇങ്ങനെ തന്നെ പറയണം, അതിഗംഭീരമാക്കാം. കാരണം കൊറോണയുടെ സമയത്ത് ഇവിടെ ഉണ്ണികൃഷ്ണന്റെ ശിവേലിയിൽ ഒരിക്കൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. നമുക്ക് കണ്ട കരച്ചില് വരും. ആരും ഹരേ രാമ ചൊല്ലാത്തൊരു ശിവേലി നമുക്ക് സങ്കല്പിക്ക വയ്യ. അങ്ങനെയാണ് ആ ശിവേലിക്ക് ഹരേ രാമ മന്ത്രത്തിനുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അനേകം ഭക്തര് കൊട്ടിപ്പാടിക്കൊണ്ട് എല്ലാം മറന്ന നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പുറകെ 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 ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. അതിനുശേഷം ഒരു പ്രദക്ഷിണത്തിന് നമുക്ക് പാടാം കേട്ടോ. അശ്വതി പറഞ്ഞ പോലെ പിന്നീട് ഉണ്ണികൃഷ്ണനെ കാണാൻ പാകത്തിന് ആ പടിഞ്ഞാറ് വശത്ത് ഇങ്ങനെ നിന്നാല് തെക്ക് വശത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ആനപ്പുറത്തേറെ എഴുന്നള്ളി വരുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ മുമ്പിൽ അനേകം തവണ സ്വയം മറന്നൊന്ന് നമസ്കരിച്ചോളൂ. നിങ്ങൾ എത്ര തവണ പറ്റുമോ അങ്ങനെ നമ്മൾ എത്ര തവണ പറ്റുമോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് നമസ്കരിക്കാൻ തുടങ്ങിയാൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? ഉണ്ണികൃഷ്ണൻ അവിടെ നിൽക്കും. നമ്മൾ നമസ്കരിക്കണത് കണ്ടുകൊണ്ട് തന്നെ അനേകം തവണ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമസ്കരിക്കണമല്ലോ ഉണ്ണി വിചാരിച്ചിട്ട് ഓടി വന്നൊന്ന് നമസ്കരിക്കുമ്പോൾ അവിടെ ഇങ്ങോട്ട് നിൽക്കും ആന. ആനയ്ക്കും ഉണ്ടാവുമല്ലോ പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. ആ സമയം കൊണ്ട് നമുക്കൊരു 4-5 പ്രാവശ്യം നമസ്കരിക്കാൻ പറ്റും. പോട്ടെ 10-12 പ്രാവശ്യവും നമസ്കരിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ നമസ്കരിച്ച് 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 എന്താ പറയുക, നമ്മൾ ശരിക്കും നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പാദത്തിലാണ് നമസ്കരിക്കണേന്ന് തോന്നാൻ പാകത്തിന് നമുക്ക് നിന്ന് തരാറുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അങ്ങനെ നമസ്കരിച്ചോളൂ, അനേകം അനേകം തവണ നമസ്കരിച്ചോളൂ. വൃശ്ചിക മാസത്തിലെ ഈ ശിവേലിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. 5 പ്രദക്ഷിണം ഉണ്ട് ഓരോ ശിവേലിക്കും. 5 പ്രദക്ഷിണവും കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഉണ്ണികൃഷ്ണൻ. നമ്മൾ ഈ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നത് ഈ ഭഗവാൻ ഇങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് വേഗം പോകുള്ളൂ കേട്ടോ. എങ്ങോട്ടാ പോകേണ്ടതെന്നറിയോ? നാഴികമണിയുടെ ചുവട്ടിലേക്ക്. അതായത് കിഴക്കേ നടയിൽ നാഴികമണി ഉണ്ട്. ആ നാഴികമണിയുടെ ചോട്ടിലേക്ക് പോയിക്കോളൂ. എന്തിനാണെന്നറിയോ? ആ വടക്ക് വശത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന, പടിഞ്ഞാറ് വശത്ത് നിന്ന് വടക്ക് വശത്തേക്ക് തിരിഞ്ഞു വരുന്ന ഉണ്ണികൃഷ്ണനെ അകലെ നിന്നേ കാണാൻ പറ്റും. എന്തൊരു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടാണെന്നറിയോ ആ പൊൻതിടമ്പില് കുഞ്ഞു മാല കണ്ട് അലങ്കരിച്ച് നമ്മുടെ ഉണ്ണികൃഷ്ണൻ വരുന്നത്. അത് കണ്ണ് നിറയെ കണ്ട് തൊഴുതോളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് തിരിച്ചിറങ്ങാം അല്ലേ? തിരിച്ചിറങ്ങുന്ന സമയത്ത് അത്തിമര ഗണപതി എന്നറിയപ്പെടുന്ന കാര്യാലയ ഗണപതിയെയും കൂടി തൊഴുതതിന് ശേഷം സ്വഗൃഹത്തിലേക്ക് മടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വ പാപ വിനാശന, സർവ്വ ദുഃഖ വിനാശന, സർവ്വ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.